ഡെലിവറി ടൈം അടുത്തിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടി നമ്മൾ വാങ്ങി വെക്കേണ്ട എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് അറിയാമോ? അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഡെലിവറി പ്രഗ്നൻസി സീരീസിൽ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇറ്റ്സ് മീ ജിവി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 8 മാസം ആകുമ്പോഴത്തേക്ക് 8.5 മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള ബാഗ് നമ്മൾ റെഡിയാക്കി വെക്കണം എന്ന് പറയുന്നത് ഉള്ള കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും ലേബർ പെയിൻ വരാം. ഒരു 8 മാസം ആകുമ്പോഴത്തേക്ക് റെഡിയാക്കും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ബാഗിൽ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് ബേബിയെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ പറയാം. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് ബേബിയെ റിസീവ് ചെയ്യാൻ വേണ്ടി ടവല് വേണം. അപ്പം ചില ഹോസ്പിറ്റൽസിൽ അവര് നമുക്ക് ബേബിയെ ഓൾറെഡി നമുക്കൊരു ടവലിലാണ് തരുന്നത്. പക്ഷെ അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ബേബിയെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ടവല് വേണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ ടവല് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ മറന്നു പോകരുത്, ഒരു ടവല് നേരത്തെ എടുത്തു വെക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ബേബീസിന് വേണ്ട ചെറിയ ചെറിയ ഡ്രസ്സുകൾ. നമുക്കറിയാമല്ലോ, ഓൾറെഡി നമുക്കെല്ലാം ഫെമിലിയർ ആണ്. ന്യൂബോൺ ബേബീസിന് വേണ്ട ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമുക്കിങ്ങനെ കിട്ടാൻ പറ്റുന്ന ഡ്രസ്സുകൾ ഉണ്ടല്ലോ, അതുപോലത്തെ ഡ്രസ്സ് നമ്മൾ വാങ്ങി വെക്കുക. കഴിവതും നമുക്ക് കോട്ടൺ, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ഡ്രസ്സസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പോപ്പീസിന്റെയോ, ഞാൻ ബ്രാൻഡ് ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ബ്രാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ കഴിവതും ഒരു 5-6 ഡ്രസ്സ് ഒരു 1 വീക്കിലേക്ക്, അതായത് ഒരു 6-7 ഡ്രസ്സ് എങ്കിലും നമ്മൾ കഴിവതും വാങ്ങി വെക്കുക. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ചില നാട്ടില് എന്താണ്, കുട്ടികൾക്കൊന്നും ഡ്രസ്സ് നേരത്തെ വാങ്ങി വെക്കാറില്ല. കുട്ടികൾ ജനിച്ചതിന് ശേഷമാണ് വാങ്ങി വെക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ ഞാൻ കമ്പൽ ചെയ്യത്തില്ല. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്തോളൂ. പക്ഷെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങി വെക്കാവുന്നതാണ്. അപ്പം കുട്ടി ജനിച്ചെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചാലും മതിയാകും. അപ്പൊ വാങ്ങുമ്പോൾ കുറച്ച് സോഫ്റ്റ് മെറ്റീരിയൽസ് കുഞ്ഞുങ്ങൾക്ക് വാങ്ങുന്നത് നല്ലത് തന്നെയായിരിക്കും. കാരണം ന്യൂബോൺ ബേബി ആകുമ്പോൾ ഹാർഷ് ആയിട്ടുള്ള, മീൻസ് നല്ല ഹാർഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇവിടെയൊക്കെ കൊള്ളുമ്പോൾ പെയിൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ സോഫ്റ്റ് ഡ്രസ്സസ് വാങ്ങുക. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, ചെറിയ ക്യാപ്പ്. മീൻസ് ഡെലിവറി ടൈമിൽ ഇപ്പൊ ഡിസംബർ മാസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ തണുപ്പൊക്കെ ഉണ്ടാവില്ല വൈകിട്ട്, അപ്പം ചെറിയൊരു ക്യാപ്പ് നല്ലതാണ്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ കയ്യിലും കാലിലൊക്കെ ഇടാൻ വേണ്ടി ചെറിയ ചെറിയ ഗ്ലൗസസ് നമുക്ക് എപ്പോഴും നല്ലതാണ്. കാരണം ന്യൂബോൺ ബേബീസിൽ ചില കുട്ടികളുടെ കയ്യിലൊക്കെ നല്ല നഖം കാണും. അപ്പൊ കുഞ്ഞുങ്ങളിങ്ങനെ ആക്കുമ്പോഴൊക്കെ മുഖത്ത് ഇങ്ങനെ പാടുകൾ വരും. അത് മാത്രമല്ല, തണുപ്പുള്ള സീസൺ ആണെങ്കിൽ കുഞ്ഞു ബേബീസിലെ, അപ്പൊ അവർക്ക് അതിൽ നിന്നൊരു പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, 1-2 ഗ്ലൗസുകളും അതേപോലെ തന്നെ കുഞ്ഞിന് കാലയിടാൻ വേണ്ടി ചെറിയ സോക്സുകളും നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ തന്നെയാണ്. അതുപോലെ തന്നെ ബേബിയുടെ ബെഡ്, അത് വിത്ത് മോസ്കിറ്റോ ഉള്ള നമുക്ക് ബെഡുകൾ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ബെഡ് നമുക്ക് വാങ്ങാം. അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ വാങ്ങാം. അത് നമുക്ക് അവരവരുടെ ഇഷ്ടത്തിലുള്ള റേറ്റിൽ നമുക്ക് വാങ്ങാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു 600 റേഞ്ച് തൊട്ടേ നമുക്ക് ബേബീസിന്റെ ബെഡ് സ്റ്റാർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ചെറിയൊരു പില്ലോയും കൂടി നമുക്ക് ചില ബെഡിന്റെ കൂടെ ഓൾറെഡി നമുക്ക് കിട്ടുന്നതാണ്. അപ്പം അതുകൂടി ഉള്ള നമ്മൾ വാങ്ങണം. പിന്നെ എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് തുണികൾ വളരെ അത്യാവശ്യമാണ്. തുണി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഡൈപ്പർ ഇടിച്ചാണ് നമ്മുടെ ഇതിൽ തരുന്നത്. അപ്പം ചില കുട്ടികൾക്ക് റാഷസ് ഒക്കെ വരും. അപ്പൊ റാഷസിന്റെ ക്രീം വാങ്ങിച്ച് നേരത്തെ മുൻകൂട്ടി വാങ്ങുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, നല്ല തുണികൾ വീട്ടിൽ നിന്ന് നേരത്തെ ഡെലിവറി ടൈം ആകുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, നല്ല വെള്ള തുണികൾ, അതായത് അമ്മച്ചിയുടെ അപ്പച്ചന്റെ ഒക്കെ കൈലുകളൊക്കെ മുറിച്ചത്, വെള്ള തുണി മുണ്ട് മുറിച്ച് നേരത്തെ കഴുകണം. കഴുകി ഡെറ്റോളിലൊക്കെ വാഷ് ചെയ്ത് കഴുകി മടക്കി വൃത്തിയായിട്ട് നേരത്തെ തന്നെ കുറച്ച് അധികം തുണി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ കരുതുന്നത് എപ്പോഴും ബെറ്റർ തന്നെയാണ്. അപ്പം പാമ്പറിന്റെ സാധനത്തിൽ നമുക്ക് ആദ്യം കുറച്ച് ദിവസമൊക്കെ കുഞ്ഞിനെ കിടത്താനായാലും, ഇപ്പൊ നമ്മൾ ബെഡിൽ ഡയറക്റ്റ് കിടത്താതെ തന്നെ നമുക്ക് അതിലെന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ നമുക്കൊരു ഷീറ്റ് വാങ്ങുന്നത് നല്ലതായിരിക്കും. പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഉണ്ട്, റബ്ബർ ഷീറ്റ് എന്ന് പറയും. അതിന് പല പല പേരുകൾ നമ്മൾ അറിയപ്പെടുന്നത് മൾട്ടിപർപ്പസ് ആണ്. നമുക്ക് പല പല യൂസസ് ഉണ്ട്. അപ്പം അത് നമുക്ക് ഇതിൽ ഈ നമ്മുടെ ബേബി ബെഡിൽ നമുക്ക് വേണമെങ്കിൽ കുഞ്ഞിന് നമ്മളിപ്പം ഡൈപ്പർ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ഷീറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ക്ലോത്ത് ഇട്ട് പില്ലോയൊക്കെ വെച്ച് കുഞ്ഞിനെ കിടത്താം. അല്ലെങ്കിൽ ഒരു ടർക്കി അതിന്റെ മുകളിൽ വിരിച്ചിട്ട്, കാരണം ഡയറക്റ്റ് ചൂട് കുഞ്ഞിന് അടിക്കാതിരിക്കാൻ വേണ്ടി നല്ല കട്ടിയുള്ള ടർക്കിയൊക്കെ വിരിച്ച് നമുക്ക് കുഞ്ഞിനെ പാമ്പിടിക്കുന്നില്ല, മീൻസ് ഡൈപ്പർ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, തുണിയാണ് നമ്മൾ കുഞ്ഞിന് വെക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്.
സോ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കരുതണം. അത്യാവശ്യമാണ് ഞാൻ ഈ പറഞ്ഞ അധികം തുണികൾ വീട്ടിൽ നിന്ന് തന്നെ കരുതുന്നത് എപ്പോഴും ബെറ്റർ തന്നെയാണ്. അതേപോലെ തന്നെ ചെറിയ ടവല്, നല്ല സോഫ്റ്റ് ടവലൊക്കെ നമുക്ക് കിട്ടും. ഒരു 145-200 രൂപയ്ക്കകത്ത് നമുക്കൊരു 6 പീസസ് വരുന്ന ഒരു ചെറിയൊരു കിറ്റ് തന്നെ കിട്ടും. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വാങ്ങുന്നത് എപ്പോഴും ബെറ്റർ തന്നെയായിരിക്കും. അപ്പൊ കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് ഈ ഇവിടൊക്കെ ഇങ്ങനെ ഒലിക്കുമല്ലോ, അപ്പം ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരും. അപ്പം സോ അപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാം, തുടയ്ക്കാൻ വേണ്ടി ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കാതിരിക്കുക. ചെറിയ ചെറിയ കുഞ്ഞു ടവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. അത് നമുക്ക് ഈ ടൈം കഴിഞ്ഞാലും നമുക്ക് പിന്നീടാലും നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. 145 രൂപയുടെ കാര്യമല്ലോ, അപ്പൊ നമ്മളത് വാങ്ങിച്ചാൽ നമുക്ക് പിന്നീടായാലും വളരെ യൂസ്ഫുൾ ആണ്. അപ്പം ചെറിയ ടവല് നമുക്ക് വാങ്ങാം. പിന്നെന്ന് പറയുന്നത് കുഞ്ഞിന് കുളിപ്പിക്കാൻ വേണ്ടി ഇപ്പം ഹോസ്പിറ്റലിൽ അങ്ങനെ നമ്മള് കുഞ്ഞിനെ മീൻസ് അപ്പോഴേ നമ്മൾ ഉടനെ കുളിപ്പിക്കത്തില്ല, നമ്മൾ വീടുകളിൽ വന്നിട്ടാണ് കുളിപ്പിക്കുന്നത്. പിന്നെ അഥവാ എന്തെങ്കിലും ആവശ്യമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സോപ്പ് കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു ചെറിയൊരു വെളിച്ചെണ്ണയുടെ കുപ്പി നമുക്ക് കരുതുന്നത്, ബേബിയുടെ ഇത് കരുതുന്നല്ലേ, ബേബി ലോഷൻ വേണമെങ്കിൽ ഒന്ന് കയ്യിലെടുത്തോണം. ഈ റാഷസ് വരും എന്ന് പറഞ്ഞിട്ട് ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക്, അപ്പൊ റാഷസിന് വേണ്ട ക്രീം നമ്മൾ വാങ്ങണം. പിന്നെന്താണ്, ബോഡി ലോഷനൊക്കെ വെക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ വൈപ്സ് നമ്മൾ എപ്പോഴും കയ്യിൽ കരുതണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കമ്പനി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം വൈപ്സിന്റെ പ്രത്യേകത നമുക്ക് അറിയാലോ. അഥവാ കുട്ടികൾക്ക് മോശം പോയാലും കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വൈപ്സ് ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. സോ വൈപ്സ് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണ്ടത് ഇപ്പോഴും നല്ലത് തന്നെയാണ്. പിന്നെ നമുക്ക് കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടവല് നമുക്ക് യൂസ് ചെയ്യാം. കട്ടിയുള്ള ടവല്, ഇങ്ങനെ ക്യാപ്പ് വരുന്ന ടവലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാത്തത് ടൈപ്പ് ഇപ്പോൾ ഉണ്ട്, നമ്മുടെ ഇഷ്ടത്തിലുള്ളത് നമുക്ക് വാങ്ങിച്ചു വെക്കാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ തന്നെ വാങ്ങിച്ചു വെക്കുക. പിന്നെ കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ വാങ്ങിച്ചു വെക്കാം, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് വാങ്ങിച്ചാലും മതിയാകും. ഇനി നമ്മളുടെ സംബന്ധിച്ച്, അതായത് അമ്മയെ സംബന്ധിച്ച് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറഞ്ഞാൽ നൈറ്റി നേരത്തെ നമ്മൾ വാങ്ങിച്ചു വെക്കണം. കഴിവതും എന്ത് ചെയ്യുക, ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസ് വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. ഒരുപാടൊന്നും വാങ്ങണ്ട, ഒരു 2-3 അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഫ്രണ്ട് ഓപ്പൺ ബട്ടൺസ് ഉള്ള നൈറ്റികൾ വാങ്ങുക. അല്ലെന്നുണ്ടെങ്കിൽ സിബിനെക്കാട്ട് ബെറ്റർ എപ്പോഴും ഫ്രണ്ട് ഓപ്പൺ തന്നെ ആയിരിക്കും. അപ്പൊ നൈറ്റി വാങ്ങുക. ഈ പറഞ്ഞ സ്കേർട്ട് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. ഈ പറഞ്ഞതിലൂടെ തന്നെ കോട്ടന്റെ ക്ലോത്ത് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയാലോ, മെറ്റലിറ്റി ബ്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വാങ്ങുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതിയാകും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നിപ്പിളില് ചില സമയത്ത് ചിലർക്ക് ഇങ്ങനെ പൊട്ടിയൊക്കെ ചെയ്യും. അപ്പൊ ആ ടൈമിൽ നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പം ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് വേണ്ട മെഡിസിൻ തരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ക്രീം ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ മുൻകൂട്ടി വാങ്ങിച്ചു വെക്കാവുന്നതാണ്. കാരണം ഓൾമോസ്റ്റ് ആൾക്കാർക്കെല്ലാം ഇങ്ങനെ ഒരു പ്രശ്നം എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ കോമൺലി എടുത്തു വെക്കാണ് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ, ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, ഈ പറയുന്ന വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ. പിന്നെ എന്താണ് നമുക്ക് അറിയാലോ, നമുക്ക് എന്താണ് അത്യാവശ്യം പേഴ്സണലി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ എടുത്തു വെക്കുക. ഓർക്കുന്നു നേരത്തെ തന്നെ എടുത്ത് സെറ്റ് ആക്കി വെക്കുക. വേറൊന്നും കൊണ്ടും അല്ല, നമുക്ക് എപ്പം വേണമെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാം. അപ്പൊ നമുക്ക് ധൃതി പിടിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് നേരത്തെ ഇതൊക്കെ ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ ലിസ്റ്റ് എന്തൊക്കെയാന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ പിന്നെ എന്റെ ഇവിടെ കുട്ടി ബ്ലോഗ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.